പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്കും ഐതിഹ്യത്തിലേക്കും അവകാശവാദ തർക്കങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദ ലാപ്ടോപ്പ് എക്സ്പെർട്ട്. ഏകദേശം 2000 മുതൽ 2500 വർഷം വരെ പഴക്കമുള്ള മംഗളാദേവി ക്ഷേത്രത്തിന്റെ ചരിത്രം ഇപ്പോഴും അവ്യക്തമാണ്. ആരാണ് ശ്രീകോവിൽ നിർമ്മിച്ചതെന്നതിന് ശക്തമായ തെളിവുകളൊന്നും ഇപ്പോഴും അവശേഷിക്കുന്നില്ല. ഇളങ്കോ അടികൾ തന്റെ ശിലപ്പതികാരം എന്ന മഹാകാവ്യത്തിൽ പറഞ്ഞ കണ്ണകിയുടെ കഥ കേട്ട് പാണ്ഡ്യരാജാവായിരുന്ന ചെങ്കുട്ടുവൻ ചേരനാണ് ക്ഷേത്ര സമുച്ചയങ്ങൾ നിർമ്മിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വ്യവസായിയായിരുന്ന കോവലന്റെ ഭാര്യ കണ്ണകി തന്റെ ചിലങ്ക വിൽക്കുവാൻ ഭർത്താവിനെ ഏൽപ്പിക്കുകയും ഇത് വിൽക്കുവാൻ കോവലൻ എത്തിച്ചേർന്ന സ്വർണ്ണപ്പണിക്കാരൻ രാജ്ഞിയുടെ നഷ്ടപ്പെട്ടുപോയ ചിലങ്കയാണെന്ന് രാജാവിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് രാജാവ് കോവലന്റെ മേൽ മോഷണക്കുറ്റം ആരോപിച്ച് ശിരസ് വിച്ഛേദിക്കുകയും ഇതറിഞ്ഞ കണ്ണകി തൻ്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് തെളിയിക്കുകയും തുടർന്ന് തനിക്ക് നേരിട്ട അനീതിയുടെ കോപാഗ്നിയിൽ മധുരനഗരം ചുട്ടരിക്കുകയും ചെയ്തു. മധുരാപുരി ചുട്ടരിച്ച കണ്ണകി മംഗളാദേവിയിൽ എത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തമിഴ് രാജാവായ ചേരൻ ചെങ്കുട്ടുവനാണ് കാടിനുള്ളിൽ കണ്ണകി ക്ഷേത്രം സ്ഥാപിച്ച് നൽകിയതെന്നാണ് ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്നത്. 14 ദിവസം ഇവിടെ കഴിഞ്ഞ കണ്ണകി പിന്നെ കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്നെന്നും ഐതിഹ്യമുണ്ട്. കരിങ്കൽ ചതുരക്കഷ്ണങ്ങളാക്കി അടുക്കി വെച്ചാണ് ക്ഷേത്ര നിർമ്മിതി. കടൽ നിരപ്പിൽ നിന്നും ശരാശരി 1337 മീറ്റർ ഉയരത്തിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണകിയുടെ പഞ്ചലോഹ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിന് ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പുരാതന ചേരനാട്ടിലെ മഹാരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവൻ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് വണ്ണാത്തിപ്പാറയിൽ കണ്ണകിക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കുകയും അതിനെ കണ്ണകിക്കോട്ടം അല്ലെങ്കിൽ മംഗളാദേവി കണ്ണകി ക്ഷേത്രം എന്ന് വിളിക്കുകയും പതിവ് പൂജകൾ നടത്തുകയും ചെയ്തിരുന്നുവെന്നാണ് ഐതിഹ്യം. മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിന്റെ അവകാശവാദ തർക്കമുന്നയിച്ച് തമിഴ്നാടിന് പിന്നാലെ കേരള മംഗളാദേവി ട്രസ്റ്റും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കണ്ണകി ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല തങ്ങളെ ഏൽപ്പിക്കണമെന്ന ആവശ്യമായി അടുത്തിടെ തമിഴ്നാട് കണ്ണകി ട്രസ്റ്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കേരളത്തിലെ ശ്രീ മംഗളാദേവി ക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റും സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പിന്നാലെ കണ്ണകി ക്ഷേത്ര വിഷയവും കേരള തമിഴ്നാട് തർക്കവുമായി ബന്ധപ്പെട്ട് കോടതി കയറുകയാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലെ മംഗളാദേവിയിലാണ് കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചേരൻ ചെങ്കുട്ടുവന്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതിനാൽ ചരിത്രപരമായി ചേരൻ സമൂഹത്തിന്റെ കുലദൈവ പ്രതിഷ്ഠയാണ് മംഗളാദേവിയിലെ കണ്ണകി ക്ഷേത്രം എന്നും വിശ്വസിക്കപ്പെടുന്നു. 1980കളിൽ തമിഴ്നാട് അവകാശവാദം ഉന്നയിച്ചതോടെ ക്ഷേത്രത്തിന്റെ പേരിൽ ഉടമസ്ഥാവകാശ തർക്കം ഉടലെടുത്തു. വിഷയം കോടതി കയറിയതോടെ എല്ലാ വർഷവും ചൈത്രമാസത്തിലെ പൗർണമി നാളിൽ മംഗളാദേവി നടത്തിയിരുന്ന ചിത്രാ പൗർണമി ഉത്സവം തമിഴ്നാടും കേരളവും സംയുക്തമായിട്ടാണ് നടത്തിവരുന്നത്. ഇതിനിടയിലാണ് കണ്ണകി ക്ഷേത്രത്തിന്റെ പേരിൽ വീണ്ടും വിവാദങ്ങൾ ആരംഭിച്ചിരുന്നത്. മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ ആരാധനയ്ക്ക് വ്യത്യസ്തമായ ഒരു രൂപമുണ്ട്. സാധാരണ ക്ഷേത്രം ഉത്സവങ്ങളുടെ ആഘോഷങ്ങൾ ഒന്നും തന്നെ ഇവിടെ കാണുവാൻ സാധിക്കില്ല. ആനയോ ഘോഷയാത്രകളോ ഇല്ലാത്ത വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മംഗളാദേവി ക്ഷേത്രം തുറന്ന് ചിത്രാ പൗർണമി ദിനത്തിൽ ഉത്സവം നടത്തുന്നത്. കണ്ണകി ദേവിക്കൊപ്പം പ്രകൃതി ദേവതയ്ക്കായി പായലുകൾ ആലപിച്ചാണ് ഭക്തർ മടങ്ങുന്നത്. കുമളിയിൽ നിന്നും 13 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മലമുകളിലെ മംഗളാദേവി ക്ഷേത്രം ശ്രീകോവിലിൽ എത്തുവാൻ വനത്തിനുള്ളിലൂടെ കാൽനട യാത്രയും ജീപ്പ് യാത്രയും മാത്രമേ സാധ്യമാവൂ. ചിത്രാ പൗർണമി ദിനത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനാനുമതി ഉള്ളത്. ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ ജീർണ അവസ്ഥയിലാണ് ഉള്ളത്. 4 ചതുരാകൃതിയിലുള്ള തൂണുകൾ ഓരോന്നിലും 10 അടി ഉയരവുമുണ്ട്. 2 ക്ഷേത്ര സമുച്ചയങ്ങളിൽ മാത്രമാണ് ചിത്രാ പൗർണമി ദിനത്തിൽ പൂജകൾ നടക്കുന്നത്. ഒന്ന് മംഗളാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു, മറ്റൊന്ന് ഏറ്റവും വലുത് ശിവനുമാണ് പ്രതിഷ്ഠ നൽകിയിരിക്കുന്നത്. ശിവവിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്നത് കല്ലിനുള്ളിലാണ്. ഇതിനൊപ്പം അളകേശ്വരിയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവും ഇവിടെയുണ്ട്. ക്ഷേത്രം പരിസരം കേരളത്തിൻ്റെതാണെങ്കിലും മലമുകളിലെ ശ്രീകോവിലിൻ്റെ ഉടമസ്ഥാവകാശം തമിഴ്നാട് അവകാശപ്പെടുന്നതിനാലാണ് മംഗളാദേവി ക്ഷേത്രമായി കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ സാധാരണയായി പിന്തുടരുന്ന പൊങ്കാല സമർപ്പണമാണ് ക്ഷേത്രം ഉത്സവദിനത്തിൽ ദേവിക്ക് വഴിപാടായി ഭക്തർ സമർപ്പിക്കുന്നത്. VR വിജയൻ, ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.